നിങ്ങൾ കാണാൻ കഴിയും. ഇപ്പോൾ 4 നിങ്ങൾക്ക് നേരത്തെ കണ്ടല്ലോ, നേരത്തെ ക്ലാസ്സിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 4 പെയർ വയർ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഓൾറെഡി. ബ്രൗൺ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ. ഓക്കെ, നമ്മൾക്ക് ഇതിൽ ആദ്യമായിട്ട് ബ്രൗൺ വയറിനെ എടുക്കാം. അത് ഇതിൽ നിന്നും ഇതിൻ്റെ ചുറ്റ് അഴിച്ച് മാറ്റണം. ബ്രൗൺ വൈറ്റും ബ്രൗണും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ബ്രൗൺ എടുത്തു. ബ്രൗൺ എടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യണം ബ്രൗൺ വൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ കഴിയും ബ്രൗൺ വൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എടുക്കേണ്ടത് ഗ്രീൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഈ ഗ്രീൻ വൈറ്റും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഗ്രീൻ മാത്രം എടുക്കണം ആദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൽ നിന്ന് പതുക്കെ ഇത് വിടിയിപ്പിച്ചെടുക്കണം ഗ്രീൻ. ഓക്കെ, ഇപ്പോൾ ഗ്രീൻ പോകുന്നു. ഇപ്പോൾ ബ്രൗൺ വൈറ്റ്, അതിനോടൊപ്പം തന്നെ ഗ്രീൻ ചേർക്കണം. ഗ്രീനെ ജസ്റ്റ് ഇങ്ങനെ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു മടക്കെല്ലാം പോയി ക്ലിയർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഇന്നക്കം വെച്ച് പതുക്കെ ഇങ്ങനെ ക്ലിയർ ചെയ്താൽ വരുന്നതാണ്. ബ്രൗൺ വൈറ്റ് ഗ്രീൻ. ഓക്കെ, അതിന് ശേഷം അടുത്തത് വൈറ്റ് ബ്ലൂ. അത് ഇതുപോലെ തന്നെ ബ്ലൂവിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ഇങ്ങനെ വിടർത്തിയെടുക്കാവുന്നതാണ്. ഓക്കെ, വൈറ്റ് ബ്ലൂ നമുക്ക് വിടർത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെന്താ, ഇനി അടുത്ത കളർ കോഡിങ് എന്താ വേണ്ടത്? ബ്രൗൺ വൈറ്റ് ഗ്രീൻ വൈറ്റ് ബ്ലൂ. ഏതാണ്? വൈറ്റ് ബ്ലൂ. അത് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് മിനുസപ്പെടുത്തിയെടുത്ത് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യണം. ഇപ്പോൾ എത്ര വയറായി? 4 വയറായി അല്ലേ? കൗണ്ട് ചെയ്യൂ. ബ്രൗൺ വൈറ്റ് ഗ്രീൻ വൈറ്റ് ബ്ലൂ. ബ്രൗൺ വൈറ്റ് ഗ്രീൻ വൈറ്റ് ബ്ലൂ. അടുത്തത് ഏതാണ്? ബ്ലൂ. അടുത്ത നിറമാണ് ബ്ലൂ. അതുപോലെ ജസ്റ്റ് നമ്മളൊന്ന് പോളിഷ് ചെയ്ത് വൈറ്റ് ബ്ലൂവിനോട് ചേർത്ത് വെക്കുന്നു. അപ്പോൾ എത്രയായി കളർ കോഡിങ്? ബ്രൗൺ വൈറ്റ് ഗ്രീൻ വൈറ്റ് ബ്ലൂ. അടുത്തത് വൈറ്റ് ഗ്രീനെ നമ്മളെടുക്കുന്നു. അതുപോലെ തന്നെ പോളിഷ് ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നു. വൈറ്റ് ഗ്രീൻ. ഇപ്പോഴത്തെ കളർ കോഡിങ്ങായി ബ്രൗൺ വൈറ്റ് ഗ്രീൻ വൈറ്റ് ബ്ലൂ വൈറ്റ് ഗ്രീൻ. അടുത്തത് ഓറഞ്ച്. നമ്മൾ പതുക്കെ ഇതിൽ നിന്നും അടർത്തി മാറ്റി ഓറഞ്ച് വൈറ്റും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് നടത്തി മാറ്റി ഓറഞ്ചിൽ നമ്മൾ ഫ്രീ ആക്കി എടുക്കും. അതുപോലെ തന്നെ ജസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പോളിഷ് ചെയ്ത് ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്യുന്നു. ഇനി ആകെ ഒരു കളർ കോഡിങ് ഉള്ളൂ. അത് ഓറഞ്ച് വൈറ്റാണ്. അതും ഇതിനോടൊപ്പം ഓറഞ്ചിനോടൊപ്പം ഓറഞ്ച് വൈറ്റും കൂടി ചേർക്കുന്നു. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എല്ലാ വയറും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ക്രിമ്പ് ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ക്രിമ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊന്ന് ശരിക്കും ഷേപ്പ് ആക്കിയതിന് ശേഷം മാത്രം ക്രിമ്പ് ചെയ്യുക. അല്ലെങ്കിൽ വയർ അങ്ങാടും ഇങ്ങാടും ഏറ്റക്കുറച്ചുകൾ സംഭവിച്ചാൽ, നീളം കുറച്ചിലുണ്ടായാൽ കണക്ടിവിറ്റി കിട്ടില്ല. പിന്നെ നെറ്റ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മളെല്ലാ വയറും കറക്റ്റ് ലെവൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കളർ കോഡിങ് പറഞ്ഞു തരാം. ബ്രൗൺ വൈറ്റ് ഗ്രീൻ വൈറ്റ് ബ്ലൂ വൈറ്റ് ഗ്രീൻ ഓറഞ്ച് വൈറ്റ്. ഇതാണ് കളർ കോഡിങ്. ഇതാണ് കണക്ടർ. നമ്മളൊരു കേബിൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യം കൺഫേം ചെയ്ത് വെക്കേണ്ട കളർ. അപ്പോൾ കളർ കോഡിങ് റെഡിയായി. ഇനി നമ്മൾക്ക് കേബിൾ കണക്ടറിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, സോ അതിനു മുമ്പ് ഈ വയർ, ഇത്ര നീളമുള്ള വയറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം. ഈ കട്ടർ ഉപയോഗിച്ചിട്ട് ഈ ഭാഗം വെച്ച് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഓക്കെ, ഈ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഇതിൻ്റെ പേരാണ് ക്രിമ്പിംഗ് ടൂൾ. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് കണക്ടർ. ഈ കണക്ടർ കറക്റ്റ് ലെവലിന് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് പ്രസ് ചെയ്ത് കയറ്റുന്നു. ഇതിനൊരുപാട് ലെയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഈ കണക്ടറിന് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇൻറ്റേർണലായിട്ട് 8 ലെയേഴ്സ് ഉണ്ട്. അതിലൂടെ മാത്രമേ കേബിൾ കയറുകയുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ലെവൽ ചെയ്ത് ഈ കേബിൾ ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക. ശരിക്കും ബലമായിട്ട് പ്രസ് ചെയ്ത് കയറ്റിയതിന് ശേഷം ഈ ക്രിമ്പിംഗ് ടൂൾ ഉപയോഗിച്ചിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ ഭാഗം ഇതിൽ കേബിൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. എങ്ങനെയാണ് ഇത് കേബിൾ ക്രിമ്പ് ചെയ്യേണ്ടതെന്നുള്ളത്. ഈ RJ45 ഉണ്ട്, RJ11 ഉണ്ട്. നമുക്ക് RJ45 എന്ന ഈ
ഭാഗം ഉപയോഗിച്ചിട്ട് ഇതിനെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇത് ശരിക്കും ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഇതിൻ്റെ അകത്തോട്ട് ഈ കണക്ടർ കടത്തിവിട്ട് ഇതുപോലെ ഇങ്ങനെ കടത്തി വിട്ടതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് നല്ലവണ്ണം പ്രസ് ചെയ്യണം. ഇത് ക്രിമ്പിംഗ് ടൂൾ ശരിക്കും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ട് നമ്മളൊരു കേബിൾ ഇപ്പോൾ ക്രിമ്പ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് RJ45 ഉപയോഗിച്ചിട്ട് ഒരു കേബിൾ എങ്ങനെയാണ് ക്രിമ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇത് സ്വന്തമായിട്ട് നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ഇതുപോലെ കേബിളുകൾ നിർമ്മിച്ച് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനും നെറ്റ്വർക്കിങ്ങിനുമെല്ലാം നമ്മൾക്ക് ഇത് ഉപയോഗപ്രദമായിരിക്കും. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി കഴിഞ്ഞു എങ്ങനെയാണ് ഒരു RJ45 കേബിൾ, അതായത് നമ്മളിതുപോലത്തെ ഇതിപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊരു കേബിളാണ്. ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു സൈഡാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ മറ്റേ എൻഡിലും ഇതേ സെയിം കളർ കോഡിംഗ് ഉപയോഗിച്ചിട്ട് മറ്റേ എൻഡിൽ നിങ്ങൾക്ക് RJ45 എന്ന കണക്ടർ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രൈറ്റ് പാച്ച് കേബിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സെയിം കളർ കോഡിംഗ് ആയിരിക്കും, സെയിം പ്രൊസീജിയർ ആയിരിക്കും, ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ സ്വന്തമായിട്ട് ഒരു നെറ്റ്വർക്കിംഗ് പാച്ച് കേബിൾ നിങ്ങൾക്ക് സ്വയം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഈ വീഡിയോ കണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.